ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെ മക്കളെ വിശേഷം? ഇന്നിപ്പോ നമുക്ക് വെള്ളിയാഴ്ചയാണ് അല്ലേ? രണ്ടാമത്തെ റംസാന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഞങ്ങളെ കൂടി ഇത് ജുമയ്ക്ക് പോകാൻ നിൽക്കണ്. ബാങ്ക് കൊടുത്തിക്കണ് പെട്ടെന്ന്. അത് ശരിയാണ്, അതിന്റെ ഓർമ്മയില്ല. അപ്പൊ ഇതണ്ടാ മോനൊക്കെ നല്ല സെറ്റായിട്ട് കുട്ടിമാണ്ട് പുറത്തേക്ക് ഇങ്ങനെ വണ്ടിയാണ്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. കുട്ടിമാണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് പോവുകയാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച അൽഹംദുലില്ലാഹ് നമുക്ക് റംസാനെ കിട്ടിയിട്ടുണ്ട്. അതെ, എല്ലാവരും പൈസ കൊടുത്തോണ്ടി നമ്മൾക്കൊരു അവസ്ഥ നമുക്ക് ചെലവാക്കാനുള്ള പൈസയാണ്. വീഡിയോകൾ കാണുമ്പോ ചിലപ്പം പൈസ കൊടുത്ത് കഴിയുണ്ടാവും അല്ലേ? നാളെ ആയിട്ട് വരും. അതെ അതെ അതെ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതേപോലെ നമുക്കെല്ലാം അതിനുള്ള നമ്മളങ്ങനെ കൊടുക്കുന്ന സദക്കെല്ലാം അള്ളാഹു സ്വീകരിച്ചു മാറാവട്ടെ. പിന്നെ ഇന്നിപ്പോ നമ്മള് 9ാമത്തെ നോമ്പല്ലേ? 9ാമത്തെ നോമ്പാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹു ഇവിടെ നാട്ടും എല്ലാ നോമ്പും അനുഷ്ഠിക്കാൻ അള്ളാഹു ആരോഗ്യ ആവശ്യം നൽകട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെള്ളിയാഴ്ചന്റെ ഒരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ അല്ലേ? എന്നാ പറഞ്ഞ എന്താ പരിപാടി? എന്താ വെച്ചാൽ എന്തോ സ്പെഷ്യലായിട്ട് ഒരു സ്നാക്സ് ഒന്ന് ഉണ്ടാക്കുന്ന പറയുന്നുണ്ട്. എന്താ നോക്കുക നമ്മൾ എന്താ ഉണ്ടാക്കണെന്നുള്ളത് അല്ലേ? അപ്പൊ എന്താ ഉണ്ടാക്കണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. നമ്മൾ 9ാമത്തെ നോമ്പ് പിറക്കുന്നതിന്റെ വിശേഷങ്ങളും മാളും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താന്നൊക്കെ നോക്കാം. ഇല്ല മോനോ, അപ്പൊ ചാനൽ ആരും സ്കൂളിൽ പോയിക്കാണ്ട് ബാബ പണിക്ക് പോവാൻ ചെയ്യും. വരുമ്പോ എനിക്ക് സർപ്രൈസ് ആക്കാത്. എല്ലാരും അടുക്കളയില്ലാമോ ഞാൻ എങ്ങനെ സർപ്രൈസ്? അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് അല്ല, ഇവിടെ ആരും ഇല്ലാത്തപ്പോഴേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ സർപ്രൈസ് ആക്കുകയും ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ എങ്ങനെയുണ്ട്? ഒന്നും കൂടി ഉണ്ട്. സീരിയസ് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒന്ന് പെരിയിലുണ്ട് അറിയില്ല. അപ്പൊ ഇവര് പള്ളിക്ക് പോയി എന്നോട്ടെ, ജുമയൊക്കെ പോയിട്ട് വരാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താന്ന് നോക്കാം. ജുമോന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളി. അതെ, പുറത്തൊക്കെ അപ്പൊ പള്ളിക്ക് പോവാണ്. അപ്പൊ നമ്മുടെ അടുത്തില്ലാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ ജുമാഅത്ത് പള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ നാട് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വലൈക്കും അസ്സലാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. അപ്പൊ ഞങ്ങളിതാ പള്ളി ഇങ്ങനെ എത്താനായിട്ടുണ്ട്. പുന്നോടെ പറഞ്ഞാ അപ്പൊ കാണാത്തവർക്ക് നമ്മുടെ കുറുക ജുമാ മസ്ജിദൊക്കെ ഒന്ന് കാണാം. നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഇവിടെ വേറൊരു പള്ളിയുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള പള്ളിയാണ്. ഇതിൽ ജുമയില്ല, നിസ്കാര പള്ളിയാണ്. നമ്മൾ പോയി നോക്കട്ടാ. പള്ളിയിൽ പൊതുവേ തിരക്കുള്ള പള്ളിയാണ് കുറുക ജുമാ മസ്ജിദ് എന്ന് വെച്ചാൽ. കാരണം നല്ല തിരക്കാണ്. ഇന്നത്തെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, വേറെ 2 പള്ളിയുണ്ട് ഇവിടെ കുറുകയിൽ. അപ്പോ കുറുക ജുമാഅത്ത് പള്ളിയാണ് ഇപ്പൊ ഈ കാണുന്നത്. അത് എൻ്റെ ഉപ്പാനൊക്കെ മറ ചെയ്തിട്ടുള്ള പള്ളിയാണ്. കാരണം എനിക്കൊരു 2-3 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഇപ്പോൾ മരിച്ചത്. അപ്പോൾ കവറങ്ങിലൊക്കെ പോയിട്ടാണ് തിരിച്ചു പോകാൻ. അപ്പോൾ ഞങ്ങളിതാ പള്ളിയിൽ എത്തിയിട്ടാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. നമ്മളെ കുട്ടികളാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നാ? ആയി. പൊന്നൂന് പപ്പാനെ കവർ അറിയോ? അറിയാൻ നോക്കട്ടെ എവിടെ നിൽക്കണേന്ന്. ഏതാണ് നോക്കട്ടെ, തൊട്ടാ ഏതാ നോക്കട്ടെ. അസ്സലാമു അലൈക്കും യാബി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യാ അയ്യുഹൻ നാസ് ഊസികും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് വഅലമു അന്ന മിൻ അഅളമി നിഅമില്ലാഹി അലാ ഇബാദിഹി അൻ യുബല്ലിഗഹും മബാസിമൽ ഖൈറാത്തി വൽ ഇഹ്സാൻ وأن يفتح لهم أبواب علينا
اللهم أعتق رقابنا ورقاب والدينا ومن تعلقوا بنا من الديون والمظالم والفتن وأنعمت عليهم غير المغضوب. ഞാൻ വിടുവോ? ഞങ്ങളെ വിടില്ല, ഞാനാണല്ലോ. കഴിഞ്ഞ അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങള് ജുമ്മയൊക്കെ പിരിഞ്ഞിങ്ങനെ പോവാണ്. പൊന്നെന്താ വാങ്ങിക്കണേ? ബുക്കോ? എന്തൊക്കെ? റമദാൻ സുഹൃതം അല്ലേ? അഡ്മിഷൻ ആരംഭിക്കുന്നു. കുറുകമാലി കമ്മിറ്റിയുടെ കീഴിൽ നടത്തി വരുന്ന റൗളത്തുൽ ഉലൂം ദർസാണല്ലേ? ദർസിനെ കുറിച്ചാണല്ലേ? ദർസിൽ കൂടുന്നുണ്ട് അവിടെ? ആയിക്കോട്ടെ, മാഷാ അല്ലാ, നല്ല സന്തോഷം. അപ്പൊ ഞങ്ങളേതായാലും ജുമ്മയൊക്കെ കഴിഞ്ഞ് കവറിങ്ങിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ്. കാരണം ഞങ്ങൾ ആദ്യം കവറിങ്ങ പോയി, തിരക്കൊക്കെ കഴിഞ്ഞോട്ടെ വെച്ചിട്ട്. നല്ല തിരക്കാണ് ഉണ്ടാ. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരട്ടാ. അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തി, ജുമയൊക്കെ കഴിഞ്ഞ്. എന്താ പറ്റി കയ്യിന്? അത് സാറില്ല. ഒരു സലാം പറഞ്ഞീന്നേ, ഒരു സലാം പറഞ്ഞീന്നേ. എവിടാ? വേറെ അയ്യോ അപ്പൊ മക്കൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. എന്തൊക്കെ ഐറ്റംസ്? തേങ്ങ വറുക്കണേ, ആ ചെറിയ ഉള്ളി, പെരുംജീരകം, കറിവേപ്പിൻ്റെ ഇല. എന്താ ഐറ്റംസ്? ചിക്കൻ കറി. ചിക്കൻ കറി വറുത്തേക്ക. അപ്പൊ നമുക്കിന്ന് 10ാമത്തെ നോമ്പാണ്. കുഞ്ഞോ ഒരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഏലക്കയും ഒക്കെ ഇട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് വറുത്ത് വെക്കാം അല്ലേ? ഞാൻ തൊടാള ഇതില് ഗ്രാം പോവാ. 1 ഗ്രാം ഈ വറുത്താ പോലെ. മഞ്ഞപ്പൊടി ഇടാലേക്ക? മഞ്ഞപ്പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട. ചേട്ടനെ വേടാ? മഞ്ഞപ്പൊടി അതെ, ഇട്ടിട്ടില്ല മാത്രം. ആ ഇത്തിരി ഇടണം നിർബന്ധമില്ലല്ലോ അല്ലേ? അതെ. ആ നൂൽപുട്ട്. പൊന്നിനെന്താ വേണ്ടേ ഇന്ന്? കേക്കട്ടെ. ഓട്ടടാ? ഓട്ടടാ? ബിരിയാണി? ഓക്കെ ഓക്കെ, എനിക്ക് ബിരിയാണി മതി. മൊയ്തീൻ്റെ അവിടെ കുറച്ച് ബിരിയാണി വാങ്ങിയാൽ മതിയാ? വേറെ പറ, എന്താ വേണ്ടേ? ആ കൺഫ്യൂഷൻ എന്താ വേണ്ടെന്നുള്ളല്ലേ? ആ അസ്കറേ, അസ്കറാണ്. എനിക്ക് അസ്കർ എന്നാണ് പേരിട്ടേ. കാരണം അത്രയും നല്ല അല്ലേ? ബാക്കി വിവരങ്ങൾ ഫുള്ള് പറഞ്ഞില്ലേ, ചിലപ്പോ വീഡിയോ ഉണ്ടാ പണി കിട്ടും എനിക്ക്. അപ്പോൾ അസ്കർ വീഡിയോ ഉണ്ടായി ഇതണ്ടില്ലേ? അത് രസമാണ് ആള്. നല്ല ഇണക്കുള്ള പൂച്ചേട്ടാ. കുറെ വീഡിയോയിലുണ്ട് നമ്മളെ. ഒന്നും കാട്ടൂല. ഇതണ്ടില്ലേ ഞങ്ങള്? ഒന്നും കാട്ടൂല. ലോഞ്ഞ പാവടാ, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ചിക്കൻ ഏകദേശം എല്ലാം മസാല തേങ്ങ വറുത്ത് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇതിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി എല്ലാം ഇറച്ചി വേവിക്കാനുള്ളത് ഇതിലുണ്ടാക്കിയിട്ട് തേങ്ങ അധികം ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. ചൂടായിക്കോട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലൊക്കെ പ്രത്യേകിച്ച് ഈ നോമ്പതിന് ശേഷം ഒരുപാട് ചിക്കൻ കറികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഡിഫറെന്റ് കറികളാണ്. അപ്പൊ ഇന്നത്തെ അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് കറി തന്നെയാണ്. എന്തായി തീരാ, എന്തൊക്കെയാവും നമ്മൾ നോക്കാം. എല്ലാവരും ചെയ്തോണ്ടി.
ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, കരിവേപ്പില അത് എണ്ണയിട്ടാണ് വറുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് വറുക്കുക. അതാ ചെയ്തത്. ഞാൻ ഇട്ടപ്പോൾ വീഡിയോ എടുക്കാൻ വൈകി. ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അതെ അതെ. അപ്പോൾ സമാമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാണ്. ദമാമുക്ക് കുറച്ച് പഞ്ചസാര അല്ല, മധുരം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാല് ദമാമ് ഇന്ന് പൊന്നോന് നോമ്പില്ല. ഇന്നുണ്ടാ? ആ ഇന്നുണ്ട്. ഒരു കണ്ട ഓനക്കാണ്, ഓനക്കുള്ളതാണ്. ഓനക്ക് കണക്കാക്കിയത് ഓനക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ഒഴിക്കണേ, മൂടി വെച്ച് വെച്ചാൽ. അതെ, അതാണ് എളുപ്പം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ തിക്കാണ് ഇതിൽ ആദ്യം സെറ്റ് ചെയ്യാൻ പോകണല്ലേ. തേങ്ങ വറുത്ത് റെഡിയായോ? ആയിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. തട്ടാൻ കിട്ടിയാ? ഓക്കെ. വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടായിക്കോട്ടെ. തേങ്ങ എടുക്കാനായോ? തേങ്ങ നന്നായി വറവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. മാങ്ങിയൊക്കെ അല്ലേ? മാങ്ങി ഇത് വാങ്ങാം. മാറില്ല, അത് വാണേ. വാ. തേങ്ങ ഇവിടെ അരക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ? നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ലേശം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചിക്കൻ മസാല ഉള്ളവർ ചിക്കൻ മസാല ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് വാങ്ങാം ചിക്കൻ മസാല. ഇതെന്താ അപ്പോൾ? കുരുമുളകോ? ഗരം മസാല. ശരിക്കും ചിക്കൻ മസാല ഇതല്ലേ? ഗരം മസാല ഒന്നല്ലേ? ഈ ഗരം മസാലയും മറ്റുള്ള മസാല കൂടി മുളകും മിക്സ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇപ്പൊ കിട്ടുകയല്ലേ? പൊട്ടമാരി പോസ്റ്റും കാലം അറിയുമ്പോഴാണ് പോസ്റ്റിൻ്റെ നല്ല മുളകിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം. കാര്യല്ലേ അക്കളേ? ഇത് നല്ല പേസ്റ്റ് ഒക്കെ ഇറക്കണം കേട്ടോ. തേങ്ങ ഇതിലുണ്ട് എന്ന് അറിയാൻ പാടില്ല. അങ്ങനത്തെ ഇറക്കല മഹ്ലൂക്കിന് അറിയാൻ പാടില്ല അല്ലേ? തക്കാളി നല്ല വെന്ത് നല്ല മേശായിട്ടുണ്ടല്ലേ? നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കന്റെ കൂടെ തന്നെ ആ തേങ്ങ അരച്ചും ഈ ഒഴിച്ചിട്ടുണ്ടല്ലേ? ഇത് ഒന്നിച്ച് കിടന്ന് വേണം അല്ലേ? ഓക്കെ. നന്നായിട്ട് ഇളക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അല്ലേ? അപ്പൊ ഉപ്പൊക്കെ പാകത്തിനിട്ടുണ്ട് അല്ലേ? ലേശം കൂടി കറിയാവോ? 2 പിന്നെ രണ്ടാമതൊരു കറി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്താഴത്തിനും കൂടി ആക്കാലോ അല്ലേ? ഇത് നന്നായിട്ട് മൂടി വെക്കാം അല്ലേ? അപ്പൊ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡിയാകുന്നത്. വറുത്തരച്ച ചിക്കൻ കറി. വേറെ പേരെന്താ ഉണ്ട് അതിന്? ഇല്ല. അപ്പൊ ഇതിന് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും കൂടി ഒന്നുകൂടി കാണിക്കുന്നത്. വാഴയുടെ ഇല ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാ. ഓക്കെ. അപ്പൊ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടില്ല. ഇതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂത്തി ഉരുട്ടി താഴത്തേക്ക് ചാടിക്കുന്നുണ്ട് അല്ലേ? നല്ല വലുപ്പമുണ്ടല്ലേ നേരത്തെ പോലെ തന്നെ.
കൂടിക്കും. അപ്പോൾ നൂൽപുട്ട് വേവട്ടെ. ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല സ്മെല്ലും കാര്യമൊക്കെ വരുന്നുണ്ട്. ഇത് ബന്ധം എന്താ ചെയ്യണ്ട, തൂമിക്കാൻ വേണ്ട. റെഡി ആണല്ലേ? നല്ല മണപ്പത്തിന് അതേ ഉള്ളൂ. ചിക്കൻ സ്ലോ ഫയറിൽ മൂടി വെക്കല്ലേ. ബാങ്ക് കൊടുക്കുക അധികം സമയം എന്ന് പറഞ്ഞാൽ മിനിറ്റുകളുള്ളൂ. പക്ഷെ മാളും പണി കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒന്നിനെണ്ണം ചൂടാണ്ട് അതിൻ്റെ വർക്കിലാണ്. സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കോളം ആളിങ്ങനെ ചുടും. ഇതാണ് നമ്മളെ വീട്ടിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ. അല്ല അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയൂല. ഇപ്പോൾ കുഞ്ഞുമോളെ നോക്കുക അവിടെ തോരടുന്നത് എപ്പോഴും പണി കഴിയണ്ട. അതാണ് അവസ്ഥ. അത് ശരിയാ ശരിയാ. അതുപോലെ തന്നെ ഇപ്പോൾ നോൽമുകളുണ്ട്. ഇതാ ആളെ കാണിച്ചാൽ ഇന്നലെ ആൾ നോമ്പ് പറ്റി പറ്റ ക്ഷീണിച്ച് പടപൊരുതി നോറ്റ് മുഴുവനാക്കിയ ആള്. മാഷാ അല്ലാഹ്, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ആളെ വായിൽ ഇതാ ഇന്നിവിടെ ഏകദേശം 1 കിലോ ബത്തക്കയും 1/2 കിലോ മുന്തിരിയും ഇതിനു മുമ്പേ തിന്നു കഴിഞ്ഞിരിക്കണ ആള് ഇല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റംസുകൾ നിങ്ങൾ കണ്ടില്ലേ. ഇത് നാരങ്ങ ജ്യൂസാണ്, ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം, തനി നാടൻ ബത്തക്ക, നല്ല മൂത്ത നല്ല ടേസ്റ്റുള്ള ബത്തക്കയാണിത്, നല്ല മൂപ്പുണ്ട്. മുന്തിരി, ഇടിയപ്പം എന്ന് പറയുന്ന നമ്മുടെ നൂൽപുട്ട്, അടിപൊളി പാൽ ചായ. അപ്പൊ സപ്പോർട്ട് നമ്മളെ വീട്ടിലുണ്ടായ സപ്പോർട്ടായിട്ട് അടിച്ച ജ്യൂസാട്ടാ. നമ്മളെ വീട്ടിൽ സപ്പോർട്ട് നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞിരിക്കാൻ പോകണം. അധികം സമയമൊന്നും ബാങ്ക് കൊടുക്കാനില്ല. നമ്മളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ഓക്കെ. പടച്ച തമ്പുരാന മുന്തിരി മുഴുവൻ തിന്നുന്നത് മോറ് പൊത്തിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ലല്ലോ. അല്ല നാളെ നോൽക്കണ്ട നോമ്പ്. അതാണ് ബുദ്ധി. അത് ഞങ്ങൾക്ക് ഒരു മുന്തിരി ഒരു കഷ്ണം പത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടൂല. നോൽക്കൂല. എങ്ങനെയാ നോൽക്കടാ നാളെ? മാളുവാ നാളെ പിന്നെ വിളിച്ചാൽ പറ്റില്ല. ആ ഇന്ന് എത്ര ഉണ്ട്? 2 ഉണ്ടായിരുന്നു ചൂടാനുള്ളത്. മാള് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര മാടിയത് ശരിക്കും എണ്ണയാ? എനിക്ക് 1.5 പോരാ? മാളുവിന് 1.5, എനിക്കൊരു 4. അപ്പൊ 5.5. കുട്ടിമോൻ 4 5. നൂൽപുട്ട് 4 5. 2 അല്ല 3 വേണ്ടി വരും. മോനുയാ 5 എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധനം നെയ്സ്പത്തിരി അല്ല, അത്യാവശ്യം വലിപ്പമുള്ള നൂൽപുട്ടാണ്. അപ്പൊ ഏതായാലും സാധനം ഉണ്ടാവും. ഐസിരിക്കണ്ട തണുത്തോട്ടെ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യട്ടാ. രാവിലെ ഇന്നലെ വെള്ളം വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. വൈകുന്നേരം ജ്യൂസ് അടിച്ചാലും മതി. ഐസ് കട്ട ഞാൻ ചെമ്പട്ടിയിൽ വെള്ളം വെക്കണം. പക്ഷെ കുപ്പിത്തൊക്കെ വെള്ളം കുടിച്ച് വെച്ചു പോയി. ചെമ്പട്ടിയിൽ കട്ടാക്കി വെച്ചാൽ വില എടുക്കൂല. അപ്പൊ എടുത്ത് നോക്കുമ്പോ പറ്റ വെള്ളം കഴിക്കണം. ഒന്ന് അയൽവാസിന്ന് പോയി പണ്ടത്തെ സ്റ്റൈലില് ഐസും കട്ടൊക്കെ വാങ്ങിക്കൊടന്ന് കിട്ടതാണ്. അവിടെ പിന്നെ എപ്പോഴും ഇത് മറ്റേ ഫ്രിഡ്ജാണ്. അങ്ങനെ സ്വിച്ച് ഇട്ടാ ഫൈസലിന്റെ വീട്ടിലില്ലേ, ഷാജിന്റെയും ആടിക്കോ കുഞ്ഞാന്റെ വീട്ടിൽ അവിടെ പോയി ഞങ്ങള്. പക്ഷെ ആ ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളമൊക്കെ തീർത്ത് എനിക്ക് ഒരേ ഒരാളെ സംശയമുള്ളൂ. ഒരേ ഒരാളെ. എനിക്ക് വേറെ ആരെയും ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ ഐസും കട്ട ഉണ്ടാവും. അവിടുത്തെ ഫ്രിഡ്ജിലെ അങ്ങനെ സ്വിച്ച് ഇട്ടാ കട്ട അങ്ങനത്തെ. അതെ മാഷാഅല്ലാഹ്. അത് മറിഞ്ഞു ചൂടോട് ചങ്കിലൊന്നും വെള്ളമില്ല, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഇരിക്കാൻ സമയമായി. എത്ര മിനിറ്റ് കുട്ടിമാനെ അറിയോ? സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാ. അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കോണ്ടി. ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അല്ലേ? കാരണം നോമ്പിന് ഫുള്ള് നമ്മൾ ഈ ചിക്കനും ബീഫൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ വേറെ വേറെ ഐറ്റംസ് ഇങ്ങനെ മാറി ഉണ്ടാക്കുമ്പോ ഇപ്പൊ മാള് കുറച്ചു മുമ്പ് പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ ഫോണായിട്ട് ഇരുന്നിട്ട് സാധാരണ പഴമ ആളുകളൊക്കെ പറയല് റംസാൻ മാസം ഖുർആന്റെ മാസാന്നാണ്. ഈ മൊബൈൽ ഫോണിന്റെ മാസം എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇരുന്നൂടി എല്ലാരും പ്ലേറ്റ് അതാ അതിങ്ങോട്ട് വെക്കണം. നടക്ക്
ഇവിടെ എനിക്ക് കുറച്ച് ഇരിക്കണോടത്ത് എന്റെ കയ്യും കാലൊന്നും ആരും മേത്ത് തട്ടാൻ പാടില്ല. നിന്റെ കയ്യും മൂക്കും ആരെടുത്തും തട്ടാൻ പാടില്ല. ഇപ്പൊ വാങ്ങി കൊടുക്കണ്ടേ നോമ്പ് പറഞ്ഞോളി. ഞാൻ ഈത്തപ്പായ എടുക്കല് എന്താ ഇവരൊന്നും ഈത്തപ്പായ തിന്നില്ല, ഞാനും ഭാവി തിന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഫ്രൂട്ട് ആയിട്ട് ആദ്യം നോമ്പറക്കൂട്ടാ. ഞാൻ എന്താണ് ഇതായിട്ട് നോക്കും. അയ്യേ സപ്പോർട്ട കുറവായിട്ടും ഇനിയും കിട്ടില്ല. അടിപൊളിയാണ്. സപ്പോർട്ട ഞാൻ ഇന്നലെ അറുത്തിന്ന്. അപ്പോൾ കുറച്ച് പോത്തിട്ടുള്ളൂ. ഞാനും ഇതും കൂടെ അല്ലേ മരത്തമ്മ കയറി അറുത്ത്. വാങ്ങെടുക്കണ്ട, സംസാരിക്കണ്ട. അഞ്ചെണ്ണം തിന്നു. അപ്പെടുത്താൽ മതി. അഞ്ചെണ്ണം ആദ്യം അട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നാരങ്ങളും വേണം. ഞാൻ ലൈം അടിച്ചിട്ടുണ്ട് കുറച്ച്. നോമ്പറന്നതിന് ശേഷം കുടിച്ചാലോ? ഇതൊന്നൂടെ കറി വെച്ചോ. ആ കറി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്തൂല വെക്കുന്നു. ഇതൊക്കെ അവിടെ വേണ്ട. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് തിന്നാം. കറി വെച്ചോ. ഇപ്പൊ ആ കറി വെച്ചു കൊടുക്ക്. കുടിമോന ഇത് ചെറിച്ചൂല ഞാൻ ചോദിക്കണ്ട് വീഡിയോയില്. ഒപ്പ ചെറിച്ചൂല. അപ്പൊ നമ്മള് 10 നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ 10 നോമ്പ് തുറന്നു. ഉള്ള നോമ്പും നമുക്ക് ഇല്ല നോമ്പ് നോക്കിയുള്ള ആരോഗ്യ ആവശ്യമുള്ള തെറ്റ് എല്ലാവർക്കും. അപ്പൊ നിങ്ങളും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക. ഇനിയിപ്പോ കടിയും തിന്നേണ്ട ആവശ്യമില്ല. വെള്ളം കുടിച്ചപ്പോ തന്നെ ഫുള്ളായില്ലേ. കടിന്റെ ആവശ്യമില്ല. 1 2 3 തിന്നു അല്ലെങ്കിൽ 4 1 2 3 കഴിയൂല. പിന്നെന്താ കറി രസമുണ്ടോ? കറി രസമൊക്കെ. പിന്നെ ലൈമില് കുറച്ച് മധുരം കുറവ് ഉണ്ടിട്ടാ. നമുക്ക് പിന്നെ കുടിച്ചപ്പം വെള്ളം കുടിച്ചില്ല. ലൈമില് കുറച്ച് വെള്ളം മധുരം കുറവുണ്ട്. നമ്മൾ നോക്കുമ്പോ വല്ലാണ്ട് മധുരം ഒക്കൂല ലൈമില്. എനിക്ക് മധുരം കുറവ്, അവനുള്ള മധുരം കുറവ്. ഞാൻ നോക്കട്ടെ. ഇടിയപ്പും വറുത്തരച്ച ചിക്കൻ കറി. ഒരു അപ്പം കട്ടികളി കൂസാക്കില്ലേ? മുബാറക്ക് പറഞ്ഞേക്ക്. ചിക്കൻ കറിയും ഇടിയപ്പും നൂൽപുട്ടെന്ന് പറഞ്ഞാല് ഒന്നും പറയല്ല. അടിപൊളിയാണ്. പൊടുത്താൻ പറ്റുന്നു ഇല്ലോ. അപ്പൊ ഞങ്ങളെല്ലാരും നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണേ, കഴിഞ്ഞിട്ട് നിസ്കരിക്കണുള്ളൂ. ഫുഡ് കഴിച്ചാണ് പോയി നിസ്കരിച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വരേണ്ട ആവശ്യമില്ല. മറ്റേ ഞാനൊന്ന് ഓതായിരിക്കുമ്പോ കഴിക്കല്ലേ നിങ്ങളത് കഴിഞ്ഞാ ഒരേ വിളി കഴിഞ്ഞാ അമ്മ ബരിമ്മ കൈകാട്ടി ഞാൻ എന്താ പറയാ തിന്നു കഴിഞ്ഞാണ് പോയാല് മനസ്സമാധാനത്തേക്ക് നമുക്ക് ഓത എന്താ ചെയ്യാം. അതന്നെ സ്വൈരം തരൂല. അപ്പൊ ഞങ്ങള് ചായ അടിച്ചിട്ടെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യോണ്ടിട്ടാ. നിങ്ങൾ ആരും എന്താ കമന്റ് ചെയ്യാത്ത? നമ്മളെ ഇഷ്ടമുള്ളവര് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമില്ലാത്ത കമന്റ് ചെയ്യോണ്ടിട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ. എന്താണ് നമ്മള് തൃപ്തി.